സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധനായ കർത്താവേ, ഈ സമയം വരെയും കർത്താവെ പാടി ആരാധിക്കുവാൻ നീ ഞങ്ങൾക്ക് ബലം നൽകിയ ദൈവമേ സ്തോത്രം. തുടർന്ന് കർത്താവിന്റെ വചനം ഞങ്ങൾ കേൾക്കുകയാണല്ലോ. ഹല്ലേലൂയ. ഓരോ ദിവസവും അത് പുതുതാണല്ലോ ദൈവത്തിന്റെ നിത്യവചനം. ഹല്ലേലൂയ. ജീവൻ നൽകുന്ന, തേജസ് നൽകുന്ന, ശക്തി നൽകുന്ന വചന കർത്താവെ അയച്ചുകൊണ്ട് ഞങ്ങളെ പരിപാലിച്ച് പോഷിപ്പിച്ച് നീ പറഞ്ഞേച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 1 വാക്യം ഇങ്ങനെ വായിക്കുന്നു. പെസഹ പെരുന്നാളിന് മുൻപ് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാൻ ഉള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതെങ്ങനെ അറിയാം യേശുവിനെ? കാരണം ദൈവം പിതാവും ദൈവവും യേശുവും ഒരേ ആത്മാവിലാണ് പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. ഞാൻ അവനിലും അവൻ എന്നിലും ആകൊണ്ടാണ് ഈ അറിവുകൾ അവർ പരസ്പരം കൈമാറുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതിന് തൊട്ടു മുമ്പുള്ള വാക്യങ്ങൾ 12-ാം അധ്യായത്തിന്റെ യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 44 മുതലുള്ള വാക്യം ഇങ്ങനെ പറയുന്നു. യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ അത്ര വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ ഞാൻ വന്നിരിക്കുന്നത്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവൻ, ഹല്ലേലൂയ, കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പൊ പിതാവും പുത്രനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം, ആത്മാവിലുള്ള ബന്ധം യോഹന്നാൻ ഇവിടെ നമുക്ക് വരച്ച് കാണിച്ചു തരികയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ന്യായവിധി മനുഷ്യർക്കുണ്ടെന്നും വചനം വെച്ച് അന്ത്യനാളിൽ ദൈവം ന്യായം വിധിക്കുമെന്നും ദൈവവചനം നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ ആദരിക്കാത്തവൻ അവൻ ജീവനിൽ കടക്കുന്നില്ല. ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കുന്നു എന്ന് മറ്റൊരു സ്ഥലത്ത് ദൈവവചനം പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ കോപത്തിൽ അകപ്പെടാതിരിക്കാൻ, ദൈവത്തിന്റെ ഉഗ്രക്രോധത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ പുത്രനെ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പുത്രൻ സ്വയമേ വന്നതല്ല, അവനെ അയച്ചിട്ട് വന്നതാണ്. ആരയച്ചിട്ട്? പിതാവ് അയച്ചിട്ട്. എന്തിന് പിതാവ് അയച്ചു? ഹല്ലേലൂയ. എന്തിന് പിതാവ് അയച്ചു? ഹല്ലേലൂയ. മനുഷ്യന്റെ പാപം നിമിത്തം സർവ മനുഷ്യരും പാപികളായി തീർന്നു. ഒരുവന്റെ പാപം നിമിത്തം, ആദാമിന്റെ പാപം നിമിത്തം
സകല മനുഷ്യരും ഭൂമിയിൽ പാപികളായി തീർന്നത് കൊണ്ട് ഒരുവിന്റെ പ്രായശ്ചിത്തം നിമിത്തം യേശുവിന്റെ കാൽവരിയിൽ സകലർക്കും പാപമോചനം ദൈവം ഒരുക്കിയിരിക്കുന്നു. ഇതാണ് സദ്വാർത്ത, ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഈ നല്ല വിശേഷത്തിൽ വിശ്വസിക്കാത്തവന് ദൈവം ന്യായവിധി ഒരുക്കിയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഹല്ലേലൂയ. ന്യായം വിധിക്കുന്ന പിതാവാം ദൈവം, അപ്പൻ ന്യായം വിധിക്കും. അന്ത്യനാളെ ഈ വചനം വെച്ച് ന്യായം വിധിക്കും. ഹല്ലേലൂയ. നീ ലോകത്തിലായിരുന്നപ്പോൾ, നീ ഈ ലോകത്തിൽ കൂടി സഞ്ചരിച്ചപ്പോൾ, നീ നിന്റെ ഭൗമിക കാര്യത്തിൽ പ്രാധാന്യം കൊടുത്ത് നടന്ന സമയത്ത് നീ വചനം കേട്ടില്ലേ? നീ വചനം കേട്ടിട്ട് നീ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമുക്ക് ഒരു മറുപടി പറയാതെ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും ആ നാളിൽ ന്യായം വിധിക്കുന്ന സമയത്ത്. ഹല്ലേലൂയ. ലോകത്തെ രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഹല്ലേലൂയ. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല. ഞാൻ സ്വയമായി ഈ ഭൂമിയിൽ വന്ന ടീനേജിൽ വന്നത് സ്തോത്രം, അത് ബുദ്ധിയിൽ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും അങ്ങനെയാണെന്ന്. പക്ഷേ ദൈവം അയച്ചിട്ടാണ് ഹല്ലേലൂയ ആ ദിവ്യ ഗർഭം, ആ പരിശുദ്ധ ഗർഭം ഉണ്ടായത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അത് മനുഷ്യന്റെ നാശത്തിനുള്ള പ്ലാനല്ല. ഹല്ലേലൂയ. ക്ഷേമത്തിനായി നല്ലൊരു പദ്ധതി ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ പദ്ധതിയിലേക്ക് നമ്മൾ കയറാത്തതാണ്, അതിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാത്തതാണ് ഇവിടെ പ്രശ്നം. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന സമയം, നമുക്ക് തന്നിരിക്കുന്ന ആയുസ്, അല്പസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാറ്റ്, നമ്മൾ സംസാരിക്കുന്ന ഈ ശരീരം വിട്ടേച്ച് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോകും. ഹല്ലേലൂയ. അതാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾക്ക് മുമ്പേ നമ്മുടെ പിതാക്കന്മാർ, അവരുടെ പിതാക്കന്മാരെല്ലാം മൺമറഞ്ഞു പോയി. അല്പസമയം കഴിയുമ്പോൾ നമ്മളുടെ അവസരം വരും. അതിനു മുമ്പ് നമ്മൾ ഭൂമിയിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് മറച്ചിട്ടിരിക്കുകയാണ്, ജനഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുകയാണ്. ഈ ലോക സമ്പ്രദായത്തിൽ അവരെ മുഴുക്കിക്കൊണ്ട്. ഹല്ലേലൂയ. ഈ ലോക സമ്പ്രദായത്തിൽ ലോകം കാണിച്ചുകൊണ്ട് അവൻ ഈ ജനഹൃദയങ്ങളെ അതിലേക്ക് വശീകരിച്ചുകൊണ്ട് സത്യവചനത്തെ അവരുടെ ഉള്ളിൽ പ്രകാശനം ചെയ്യാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു. അതിൽ നിന്നും നമ്മള് ഈ വചനം കേൾക്കുമ്പോൾ, ഈ സത്യവചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം അവിടെ ക്രിയ ചെയ്യും നമ്മളുടെ ഹൃദയത്തിൽ. നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റും. ദൈവമേ, ഈ വചനത്തിന്റെ പൊരുൾ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ. ഇതെന്താണ് അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത്? ഇതിന്റെ സത്യം എന്താണ്? ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അങ്ങനെയല്ലല്ലോ നിന്റെ വചനം വായിക്കുമ്പോൾ. അപ്പോ ദൈവാത്മാവ് നമ്മളുടെ ഉള്ളിൽ വന്ന് ഈ വചനത്തിന്റെ ആ പൊരുളുകൾ മനസ്സിലാക്കാൻ തക്കവിധം നമ്മളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, മനസ്സിനെ തുറക്കും. ഹല്ലേലൂയ. അല്ലാതെ നമ്മള് സയൻസും മാത്സും ഫിസിക്സും വായിക്കുന്നത് പോലെ ദൈവവചനം വായിക്കാൻ നിന്നാൽ ഹല്ലേലൂയ, ഒരു നായ്ക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയിരിക്കും. ഒന്നും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഒന്നും മനസ്സിലാകത്തില്ല. എന്തൊക്കെയോ വായിച്ചു, കുറച്ച് കാര്യങ്ങൾ കേട്ടു, മറന്നുപോയി. ഹല്ലേലൂയ. ഒന്നും അവനെ ഗ്രഹിക്കാൻ പറ്റില്ല. ഇത് ഗ്രഹിപ്പിച്ചു തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഇതിന്റെ സത്യം, ഹല്ലേലൂയ, വചനത്തിന്റെ സത്യം നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി, ദ ഹോളി സ്പിരിറ്റ്. ആമേൻ.
ഹല്ലേലൂയ. ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ സകലത നിങ്ങളെ പഠിപ്പിച്ചിരും. ന്യായവിധിയെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ചെല്ലാം അവൻ നിങ്ങളുടെ ആത്മാവിന് ബോധം വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ നല്ല വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ വചനം കേട്ട് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ് ജീവൻ ജലനദി ഒഴുകുന്നത്. അപ്പൊ അവന് പാപബോധം വരും. അവന് പാപബോധം വരും. താൻ ഇത്രയും നാൾ ചെയ്തത് എന്താണ് എന്നുള്ളൊരു ബോധം വരും അവന്. ആ പാപബോധമാണ് അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്ത് പറ്റും? എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുൾ ചെയ്തത് പോലെ തന്നെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വായിച്ച പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവസാനത്തോളം അവരെ സ്നേഹിച്ചു. സ്നേഹത്തിന്റെ മീനിങ്, എക്സാമ്പിൾ, പെർഫെക്ഷൻ ഓഫ് ലവ്, അത് കാണിച്ചു തരുന്ന ഒരു എക്സ്പെരിമെന്റലായിട്ട് നമ്മൾക്ക് കാണിച്ചു തന്ന ഒരു ഹല്ലേലൂയ ഭൂമിയിൽ ഉള്ള വ്യക്തിത്വമായിരുന്നു യേശുക്രിസ്തു. പ്രൈസ് ഗോഡ്. നമ്മളുടെ സ്നേഹം ആരെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഞാൻ തിരിച്ചവരെ സ്നേഹിക്കും. ആരെങ്കിലും എനിക്ക് പണമായി സഹായിച്ചാൽ ഞാൻ അവരെ സ്നേഹിക്കും. ആരെങ്കിലും എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നാൽ ഞാൻ അവരെ സ്നേഹിക്കും. ഹല്ലേലൂയ. മറിച്ച് ആരെങ്കിലും എന്നെ എതിർത്താൽ, അല്ലെങ്കിൽ മറിച്ച് ആരെങ്കിലും എന്നോട്, എൻ്റെ വ്യവസ്ഥയോടോ എൻ്റെ ആശയത്തോടോ എതിര് നിന്നാൽ ഞാൻ അവനെ തള്ളിപ്പറയും. ഇതാണ് മനുഷ്യരുടെ സ്നേഹം. അതിന്ന് പെന്തക്കോസ്ത് ഗോളത്തിൽ മുതൽ നമുക്കത് കാണാം. ഹല്ലേലൂയ. വിശ്വസിച്ച് വേർപെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ നിന്നും നമുക്കത് കാണാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവിടെയെല്ലാം പിശാച് ചതിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഭൂമിയിൽ കണ്ട് മാതൃകയാക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിത്വമുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. പ്രൈസ് ഗോഡ്. എങ്ങനെയാണ് ഒരു വ്യക്തിയെ സ്നേഹിക്കേണ്ടത് എന്ന് യേശു കാണിച്ചു തരികയാണ്. ആമേൻ. തൊട്ടടുത്ത വാക്യം പറയാണ്, അത്താഴം ആയപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, വസ്ത്രം ഊരിവെച്ച് ഒരു തൂവർത്തെടുത്തു അരയിൽ ചുറ്റി, ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഹല്ലേലൂയ. എങ്ങനെയാണ് ആ സബ്മിഷൻ ഓഫ് ലവ്? ഹല്ലേലൂയ. ഒരു വേർതിരിവൊന്നുമില്ലാതെ, യജമാനൻ ദാസൻ എന്നുള്ളൊരു വേർതിരിവൊന്നുമില്ലാതെ, ഒരു സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ താഴ്ത്തി കുരിശു മരണത്തോളം എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനൊരു എക്സാമ്പിളാക്കി, അത് എക്സ്പെരിമെന്റലാക്കി യേശു കാണിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിനെ
പത്രോസിന്റെ അടുത്ത് വന്നപ്പോൾ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് പത്രോസ് യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകല്ലേ എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കയ്യും തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വളരെ വളരെ തീഷ്ണതയുള്ള ഒരു വ്യക്തിത്വമാണ് പത്രോസ്. ആമേൻ. ഹല്ലേലൂയ. പത്രോസിന്റെ ആ സ്വഭാവത്തിന്റെ ആ മൂർച്ഛന്യ പുസ്തകമൊക്കെ ഇവിടെ കാണാം. ഹല്ലേലൂയ. ആദ്യം കഴുകല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു, അത് ചെയ്യാതിരുന്നാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ, അന്നാ എന്റെ തലയും കൂടി കഴുകിക്കോ എന്ന് പറയുന്ന പത്രോസിനെ നമുക്ക് ഇവിടെ കാണാം. ഹല്ലേലൂയ. അപ്പോൾ യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും നല്ലതാണ് എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്നറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവൻ അല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന് അവരോട് ചില കാര്യങ്ങൾ അവസാനമായി പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. കാരണം താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്ന നാഴിക അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായ യേശുക്രിസ്തു, ഹല്ലേലൂയ, അവരുടെ ആത്മീക വളർച്ചയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ച് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ പെർഫെക്ഷൻ ഓഫ് ലവ്, അതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നടക്കേണ്ടത്, എങ്ങനെയായിരിക്കണം ഭൂമിയിൽ നടക്കേണ്ടത്, ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ദാസൻ യജമാൻ എന്ന വലുപ്പ വ്യത്യാസമില്ലാതെ യേശു മുണ്ട് ഒരു തോർത്തെടുത്തുകൊണ്ട്, ഒരു തോർത്തെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, അവരുടെ ശിഷ്യന്മാരെ കാൽ കഴുകി കാണിച്ച് മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കാരണം ഇത് വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. പ്രൈസ് ഗോഡ്. നമ്മൾ ലോക മനുഷ്യരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഏതൊരു ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയും, രാഷ്ട്രീയമായിക്കോട്ടെ, മറ്റ് ഭൂമിയിലുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരായിക്കോട്ടെ, ഒരു ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിത്വവും തൻ്റെ കീഴിലുള്ളവരോട് അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കാൽ കഴുകുന്ന അവരോട് സമമായി, അല്ലെങ്കിൽ അവരെ സേവിക്കുന്ന തരത്തിലേക്ക് വരുവാൻ, ആ നിലയിലേക്ക് മാറുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചെയ്യുന്നവരുണ്ടാകാം, പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ഗോഡ്. അതിന്റെ അർത്ഥം വ്യത്യാസമില്ലാതെ വലിപ്പച്ചെറു താനെന്നൊരു ഭാവം അവരിൽ വയ്ക്കാതെ, അല്ലെങ്കിൽ അങ്ങനൊരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. ആരാണ് വലിയവൻ എന്ന ഒരു കാര്യം നീ എനിക്ക് തീർപ്പാക്കി തരണമെന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നത് മറ്റൊരു സ്ഥലത്ത്. ഹല്ലേലൂയ. അവരുടെ വിഷയം അതായിരുന്നു, ഞങ്ങളിൽ വലിയവൻ ആര് എന്ന് പറയുന്ന ഒരു സാഹചര്യം. പ്രൈസ് ഗോഡ്. അപ്പൊ അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് കർത്താവ് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ, ഒരു മാതൃകയാണ് നമ്മൾ ഇവിടെ കണ്ടത്.
ഇതേപോലെ നിങ്ങളും പരസ്പരം ചെയ്യണം എന്ന് കർത്താവ് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഇരിക്കെ നല്ലൊരു മാതൃക കാണിച്ചു തന്ന കർത്താവ്, നല്ലൊരു എക്സാമ്പിൾ, തൻ്റെ ക്രൂഷ്യൽ കയറുന്ന സമയം വരെയും സ്നേഹത്തിൻ്റെ ആ പെർഫെക്ഷൻ ഓഫ് ലവ് വെളിപ്പെടുത്തിയ കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു മാതൃകയാണ്. ആ മാതൃക പിന്തുടരുവാൻ, ആ സ്നേഹത്തിൻ്റെ ആ പരിപൂർണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ നമുക്കിന്ന് സഹായകനായ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് അതിന് ബലം നൽകിയില്ലെങ്കിൽ നമുക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ആമേൻ. മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവാൻ സാധിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ പ്രവർത്തിച്ചാൽ അതൊന്നും സാധിക്കത്തില്ല. ഞാൻ അവന് ഇന്നത് ചെയ്തു കൊടുത്തു, അവൻ എനിക്ക് കടപ്പെട്ടവനാണ് എന്നൊരു ബോധം വരും. ഹല്ലേലൂയ. ഞാൻ എന്റെ കാര്യങ്ങൾ അവന് ചെയ്തു കൊടുത്തു, ഞാൻ അവന് പണമായി സഹായിച്ചു, ഞാൻ പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു, നീ എനിക്ക് കടപ്പെട്ടവനാണ് എന്ന്. ഇതാണ് ലോക സമ്പ്രദായം. ആമേൻ. പക്ഷേ ദൈവത്തിന്റെ സമ്പ്രദായം അങ്ങനെയല്ല. പെർഫെക്ഷൻ ഓഫ് ലവ്. നീ അത് ചെയ്തില്ലെങ്കിലും, നീ എനിക്കൊന്നും തന്നില്ലെങ്കിലും, നീ തിരിച്ചു തന്നില്ലെങ്കിലും, നീ എന്നെ സഹായിച്ചില്ലെങ്കിലും, നീ എന്നെ ഉപദ്രവിച്ചാൽ തന്നെയും ഞാൻ നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ സ്നേഹിക്കും. അതുകൊണ്ട് നമ്മൾ വായിച്ച വാക്യത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നതിനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ആ കൂട്ടത്തിൽ ഒറ്റുകാരനായ യൂദായും ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അവന്റെക്കാൾ യേശു ക്രിസ്തു കഴുകി മാതൃക കാണിച്ചു. ഇത് നമുക്കൊരു ചിന്ത, ഈ ഒരു തോട്ട് നമ്മളുടെ സകല ചിന്തകളെയും തച്ചുടക്കുന്നതായിരിക്കട്ടെ. നമ്മളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചു വെച്ചിരിക്കുന്ന ചിന്തകളെല്ലാം തച്ചുടച്ചുകൊണ്ട് ഈ മാതൃക, യേശു കാണിച്ച ഈ മാതൃക നമുക്ക് ഇന്ന് മുതൽ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാം. ദൈവം നമ്മളെ അതിനായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ അതിനായി ബലപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മ ശക്തിയാലല്ലേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വിശ്വാസികളെ പോലെ ആമേൻ മറ്റു ലോകത്തിൽ കാണുന്ന ആമേൻ വചനത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവൻ അത് ചെയ്യാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. പാടിയത് കൊണ്ടോ ആരാധിച്ചത് കൊണ്ടോ ഉപവസിച്ചത് കൊണ്ടോ എന്ത് പ്രയോജനം? അന്ത്യനാളിൽ ഇതൊന്നും വിലപ്പോയില്ലെങ്കിൽ എന്താ ഗുണം? ആമേൻ. അപ്പോൾ കർത്താവ് കാണിച്ച മാതൃകയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.